അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 16-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, Allah says, call to witness against them from among you. നിങ്ങൾ സാക്ഷികളെ വിളിക്കുക, 4 സാക്ഷികളെ വിളിക്കുക നിങ്ങളിൽ നിന്നുള്ള. ഇപ്പം ഈ ഒരു മോശമായ പ്രവൃത്തി നടക്കുന്നു എങ്കിൽ അതിനെതിരായി 4 സാക്ഷികളെ നിങ്ങൾ വിളിക്കുക. Now the question of witness, ഇപ്പോൾ ഈ സാക്ഷികളുടെ കാര്യം, അത് സംബന്ധമായ ഈ ചോദ്യം ഈസ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്, പരമപ്രധാനമായ പ്രാധാന്യമുണ്ട് അതിന്, ഈ സാക്ഷികളെ വിളിക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് ദ ട്രൂ ഗോഡ് ഫിയറിംഗ് ബിലീവർ, കാരണം യഥാർത്ഥമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിശ്വാസി ഷാൽ ഹാവ് ടു മേക്ക് ഷുവർ, അവർ അത് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്, that the witnesses who come forward to confirm such obscene behavior, ഈ അധമമായ വഷളായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം പറയുന്ന അവരുടെ പ്രവർത്തനങ്ങൾ ഇത് സംബന്ധമായിട്ട് ട്രൂലി സിൻസിയർ, അവർ 100% നിഷ്കളങ്കമായ നിലയിലായിരിക്കണം അവർ അത് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ അത് ദൈവഭയമുള്ളവരിൽ നിന്ന് മാത്രമേ അത്തരത്തിലുള്ള നിഷ്കളങ്കമായ നിലയിലുള്ള സാക്ഷ്യം പുറത്തു വരികയുള്ളൂ. ട്രൂ ഇൻ ദെയർ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവർ പറയുന്ന ഈ കാര്യത്തിൽ അവർക്ക് പ്രസ്താവനകളിൽ സത്യത ഉണ്ടായിരിക്കണം എല്ലാ നിലയിലും. അത്തരത്തിലുള്ള ദൈവഭക്തരായ ആളുകളാണ് സാക്ഷി പറയേണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ ദൈവഭക്തരായ ആളുകളെ സാക്ഷി പറയാൻ പോയി എവിടെ പോയി പിടിക്കാൻ വെക്കും? ദേ മസ്റ്റ് ബി പയസ്, അവർ തീർച്ചയായിട്ടും സാത്വികരായിരിക്കണം, ധർമ്മബോധമുള്ളവരായിരിക്കണം, എല്ലാ നിലയിലും അള്ളാഹുവുമായി ബന്ധം ഉള്ളവരായിരിക്കണം. They must be pious and God-fearing people. ദൈവ ഭയമുള്ള ജനങ്ങളായിരിക്കണം, ആളുകളായിരിക്കണം. And they must absolutely take the holy name of Allah. അവർ തീർച്ചയായിട്ടും അവർ എടുക്കുന്നത്, സത്യം ചെയ്യുന്നത് the holy name of Allah, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പേരുകൊണ്ടാണ്. പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ പേരിലാണ് അവർ ആ സത്യം ചെയ്യുന്നത്.
ടു സ്റ്റേറ്റ് സച്ച് കൺഫർമേഷൻ, ഈ കാര്യം ഉറപ്പാക്കുന്നതിന് എല്ലാ നിലയിലും അത് ശരിയാണ് എന്ന് ഉറപ്പാക്കുന്ന ദൈവഭക്തരായ 4 പേരുടെ സാക്ഷ്യമാണ് വേണ്ടത്. ദ നീഡ് ടു ടേക്ക് അള്ളാഹ്സ് നെയിം, അള്ളാഹുവിൻ്റെ പേര് നമ്മൾ സ്വീകരിക്കുമ്പം അതിൻ്റെ ആവശ്യകത എന്ന് പറയാം ബിക്കം എ പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. അത് പരമപ്രധാനമായ പ്രാധാന്യം അതിനുണ്ടായി വരികയാണ്. അള്ളാഹുവിൻ്റെ പേര് നമ്മൾ എടുക്കുമ്പോൾ മറ്റൊരു പേരുമല്ല എടുക്കുന്നത്, അള്ളാഹുവിൻ്റെ പേരാണ് ഈ കാര്യത്തിൽ നമ്മൾ എടുക്കുന്നത്. അവനെയാണ് സാക്ഷി നിർത്തുന്നത്. ബിക്കോസ് ഇഫ് ദേ ആർ അൺട്രൂ, ഇനി ഈ പറയുന്നത് കള്ളമാണെങ്കിൽ, വ്യാജമാണെങ്കിൽ, ഇൻ ദെയർ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവരുടെ ഈ പ്രസ്താവന വ്യാജമാണെങ്കിൽ, ആൻഡ് കണ്ടം ആൻഡ് ഇന്നസെൻസ്, നിരപരാധിയായ ഒരാളെ, ഒരു സ്ത്രീയെ ആക്ഷേപിക്കുവാനാണ് അവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പ്രസ്താവന, ഈ വ്യാജ പ്രസ്താവന നൽകുന്നതെങ്കിൽ, therefore the wrath of Allah shall be the cause of their ruin. അത്തരം പ്രവൃത്തി ചെയ്യുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ ക്രോധം ഷാൽ ബി ദ കാസ് ഓഫ് ദെയർ ruin, അവരുടെ നാശത്തിന് കാരണമായി തീരും. ഇത്തരം നിരപരാധികളായ ആളുകളുടെ മേൽ കള്ളസാക്ഷ്യം പറഞ്ഞ് അവരെ അപമാനിക്കുകയും അവരെ സമൂഹത്തിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകളുടെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോകും. അള്ളാഹുവിൻ്റെ ക്രോധം അവരിലേക്ക് പല രീതിയിലും ഇറങ്ങാവുന്നതാണ്. ബിക്കോസ് എ സോളം ഓത്ത്സ്, കാരണം ഒരു പവിത്രമായ പ്രതിജ്ഞ, ഇൻ ഗോഡ്സ് നെയിം, അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്യുന്ന, അള്ളാഹുവാണ് സത്യം എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ പവിത്രമായവരായ അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്യുന്ന സത്യം, ദ നെയിം ഈസ് സംതിങ് വിച്ച് ദേ ഹാവ് ടു അക്കൗണ്ട് ഫോർ. അവൻ്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന കാര്യമാണ്. ആ പറഞ്ഞത്, നീ ഇന്ന കാര്യം പറഞ്ഞു, എന്താണ് അതിൻ്റെ വസ്തുത എന്ന് അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് കണക്ക് പറയേണ്ട കാര്യമാണ് എന്ന ബോധം അവരിലേക്ക് കടന്നു വരികയും അത്തരം ആളുകൾ കള്ളവുമായി ഒരല്പം പോലും ബന്ധമുള്ള യാതൊന്നും അവർ ആ കാര്യത്തിൽ ചെയ്യുകയുമില്ല. ഇഫ് ദ അക്യൂസേഷൻ അഗൻസ്റ്റ് ദീസ് വിമൻ, ഇനി ഈ സ്ത്രീകൾക്ക് എതിരായിട്ട് ഈ അധിക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഹാസ് കം ടു ബി പ്രൂവ്ഡ്, ഈ പറഞ്ഞ അധിക്ഷേപമൊക്കെ വന്ന് തെളിയിക്കപ്പെട്ടു, ഇത്തരം സാക്ഷികളുടെ സാന്നിധ്യവും എല്ലാം കൊണ്ടും അത് തെളിയിക്കപ്പെട്ടു എങ്കിൽ, ദെയർഫോർ അത്തരം സന്ദർഭത്തിൽ അക്കോർഡിംഗ് ടു ദ ഖുർആൻ്റെ കൽപ്പന അനുസരിച്ച്, ഇറ്റ് ഈസ് ബെറ്റർ that these women folk be confined in their homes. അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഖുർആൻ്റെ കൽപ്പന അനുസരിച്ച് ഇറ്റ് ഈസ് ബെറ്റർ, അവർക്ക് നല്ലത്, ആൻഡ് ദീസ് വുമൻ ഫോൾക്ക്, ഇത്തരം സ്ത്രീകളെ, ബി കൺഫൈൻഡ് ഇൻ ദെയർ ഹോംസ്, അവരുടെ വീടുകളിൽ തന്നെ അടക്കി നിർത്തുക എന്നുള്ളതാണ്. അവർക്ക് വീട്ടിൽ സുരക്ഷിതത്വം നൽകി വീട്ടിൽ തന്നെ അവരെ നിലനിർത്തുക, ഇത്തരം മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിനായി. ദിസ് ഈസ് ഫോർ ദെയർ ഓൺ ഗുഡ്സ്, ഇത് ഈ സ്ത്രീകളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരം നടപടികൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ടു എനേബിൾ ദം നോട്ട് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഈവിൾ വിസ്പറിങ്സ്, ടു എനേബിൾ ദം, അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, നോട്ട് ടു ബി ഇൻഫ്ലുവൻസ്ഡ്, അവരെ ഒരിക്കലും സ്വാധീനിക്കരുത്, ബൈ ദ ഈവിൾ വിസ്പറിങ്സ്, ഈ കുശുകുശ പറഞ്ഞ് പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണിത്. അപ്പോൾ അത് ഇപ്പോഴത്തെ മീഡിയകളൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഈ അടക്കി പറഞ്ഞ് കുശുകുശ പറഞ്ഞ് മോശമായ കാര്യങ്ങളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിനുള്ള
സാഹചര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അവരെ വീടുകളിൽ അടക്കി നിർത്തുക എന്ന് പറഞ്ഞത്. ടു പ്രിസർവ് ദ ഫാമിലീസ് ഓണർ, അങ്ങനെ ആ കുടുംബത്തിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കുന്നതിനായി. ആൻഡ് പ്രസ്റ്റീജ്, അവരുടെ മഹത്വവും അവരുടെ അഭിമാനവും ആ കുടുംബത്തിൻ്റെ കാത്തു സൂക്ഷിക്കുന്നതിനായി അവരെ അവിടെ തന്നെ വീട്ടിൽ തന്നെ നിർത്തണമെന്നും. ആൻഡ് ആൾസോ ആസ് എ മീൻസ് ഓഫ് പണിഷ്മെൻറ്റ്, അതുപോലെ ഒരു ശിക്ഷ എന്ന നിലയിൽ, സോ ദാറ്റ് അതേഴ്സ് മേ നോട്ട് ഫോളോ ഇൻ ദെയർ ഫുഡ് സ്റ്റെപ്സ്. അപ്പോൾ അതൊരു ശിക്ഷ എന്ന നിലയിലുമാണ് അവർ ഇത്തരം മോശമായ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയന്ത്രണം എന്നുള്ളത്. മറ്റുള്ളവർ ഇത്തരം പ്രവൃത്തി കണ്ടാൽ അവർ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനും അത് പ്രേരകമാണ്. സോ ദാറ്റ് അതേഴ്സ് മേ നോട്ട് ഫോളോ ഇൻ ദെയർ ഫുഡ് സ്റ്റെപ്സ്, ഇത്തരം ആളുകളുടെ കാലടികൾ പിന്തുടരാതിരിക്കുന്നതിന് അവർക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും നല്ലതാണ്. ഇനി അല്ലാഹ് ഓപ്പൺ സം വേ ഫോർ ദം, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് വല്ല വഴിയും തുറക്കാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലാഹ് ഈസ് നോട്ട് എ സ്റ്റോൺ ഹാർട്ടഡ് ലോഡ്, കഠിനഹൃദയനായ ഒരു ദൈവമല്ല അല്ലാഹു. അല്ലാഹു അവർക്ക് മറ്റൊരു വഴി തുറക്കുന്നത് വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലാഹ് ഈസ് നോട്ട് എ സ്റ്റോൺ ഹാർട്ടഡ് ലോഡ്, കഠിനഹൃദയനായ ഒരു ദൈവമല്ല, രക്ഷിതാവല്ല അല്ലാഹു. വെരിലി ഹൂസോ എമംഗ് ദീസ് വുമൻ ഫോൾക്ക്, ഇനി ഈ സ്ത്രീകളിൽ ആരാണോ റിപ്പന്റ് സിൻസിയർലി, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നത്, ചില തെറ്റുകൾ സംഭവിച്ചു പോയി, അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഈ സ്ത്രീകളിൽ നിന്നും അവർ റിപ്പന്റ് സിൻസിയർലി, ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ, ഫോർ ഹെർ മിസ്റ്റേക്ക്, അവരുടെ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കാനും, therefore Allah turns to her in repentance, അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരുടെ പശ്ചാത്താപത്തിലേക്ക് അള്ളാഹു തിരികെയും ആൻഡ് ക്ലിയേഴ്സ് ഹെർ നെയിം, അങ്ങനെ അവളുടെ പേരിനെ കുറ്റവിമുക്തമാക്കുകയും ആൻഡ് മേക്ക് ഹെർ ലിസിറ്റ് ഫോർ ലീഡിങ് ഹെർ ലൈഫ് ആസ് എ മുസ്ലിം വുമൻ ഓർ ഗേൾ, ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ അവരുടെ ജീവിതം ന്യായമായ നിലയിൽ നയിക്കുന്നതിനുള്ള അവസരവും അവർക്ക് കൊടുക്കുന്നുണ്ട്. മറ്റൊരു വഴി തുറക്കപ്പെടുന്നു. ഇനി ഞാൻ ഇത്തരം മോശമായ വിസ്പരിങ്ങുകളിൽ, മോശ വാക്കുകളിൽ, പ്രവൃത്തികളിലേക്ക് പോകാതെ ഇനിയുള്ള ലൈഫ് നല്ല നിലയിൽ വേണം എന്നുള്ള നിലയിൽ അവർക്ക് ജീവിക്കുന്നതിനുള്ള ഒരവസരം അല്ലാഹു തആല ആ നിലയിൽ തുറക്കും. ഇൻ ദ കേസ് ഓഫ് അൺമാരീഡ് ഗേൾസ്, ഇനി വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളുടെ കാര്യത്തിൽ അല്ലാഹ് ക്യാൻ ഓപ്പൺ ദെയർ വേ, അല്ലാഹു തആല ഒരു പക്ഷേ ഇത്തരം തെറ്റുകളിൽ അകപ്പെട്ടു പോയ പെൺകുട്ടികൾ ആണെങ്കിലും അല്ലാഹു തആല അവരുടെ പശ്ചാത്താപത്തെ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹ് ക്യാൻ ഓപ്പൺ ദെയർ വേ, അവർക്കൊരു വഴി തുറക്കാം. സോ ദാറ്റ് ദേ മേ മാരി ലീഗലി, എന്നിട്ട് അതിന് ശേഷം അവർക്ക് നിയമാനുസൃതമായ വിവാഹം കഴിക്കുകയും, കാരണം ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾക്കായിട്ട് പോവുകയാണ്. മനുഷ്യനാണ്, മനുഷ്യൻ്റെ ഫീലിങ്സുകളാണ് അത്, എന്തും അങ്ങനെയൊക്കെ സംഭവിക്കാം ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ചിലപ്പോൾ അമിതത്വം സംഭവിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ തന്നെയും ആ തെറ്റാണ് എന്നവർക്കത് ബോധ്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് അല്ലാഹു ഒരു വഴി തുറക്കും. അങ്ങനെ വരികയാണ്, പശ്ചാത്തപിക്കുകയാണെങ്കിൽ ദേ മേ മാരി ലീഗലി, നിയമാനുസൃതമായിട്ട് അവർക്ക് വിവാഹം കഴിക്കുകയും ടു എ ട്രൂ മുസ്ലിം ആൻഡ് ബി പ്രൊട്ടക്റ്റഡ് ബൈ ഹെർ മാരേജ്, അങ്ങനെ വിവാഹത്തിലൂടെ അവരെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. എഗൻസ്റ്റ് ഓൾ അതർ അൺലാഫുൾ സെക്സ്വൽ ആക്ട്സ്, നിയമരഹിതമായ എല്ലാ സെക്സ്വൽ ആക്ട്സ്, എല്ലാ ലൈംഗിക പ്രവർത്തനങ്ങളും അവിടെ അവസാനിപ്പിക്കുന്നു. ഓർ ബിഹേവിയർ, അല്ലെങ്കിൽ ലൈംഗികതയിൽ അധിഷ്ഠിതമായ സ്വഭാവം, അത് അവർക്കെതിരായിട്ട് വന്നിട്ടുള്ളതെല്ലാം അവർ അവസാനിപ്പിക്കുകയും അവർ വിവാഹിതരാകുകയും വിത്ത് അതർ മെൻ. അപ്പോൾ ഫോർ ബിഹേവിയർ വിത്ത് അതർ മെൻ
മറ്റാളുകളുമായിട്ട് അവർ അതുവരെ പറഞ്ഞും ചെയ്തും കൊണ്ടിരുന്ന ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഒരു നല്ല വഴി തുറക്കുകയാണെങ്കിൽ, പശ്ചാത്തപിക്കുകയാണെങ്കിൽ, അള്ളാഹു മറ്റൊരു നിയമാനുസൃതമായ വിവാഹം നടത്തി അവരുടെ ജീവിതം നന്നാക്കി അവർക്കൊരു ജീവിതം ലഭ്യമാകുന്നതാണ്. ചുരുക്കത്തിൽ എല്ലാ നിലയിലും തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ ശരിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ വഴികളും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തുറന്നു വെക്കുകയാണ്. അള്ളാഹു തആല ഇത്തരം തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നിങ്ങൾ വ്യക്തികൾ, കുടുംബങ്ങൾ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ടതാണ്, സ്വീകരിക്കേണ്ടതാണ്. നിങ്ങളുടെ കണ്ണുകൾ ശരിയായ ദിശയിലൂടെ ആയിരിക്കണം കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്. നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതിൻ്റെ ശരിയായ വശം നിങ്ങൾ നോക്കിക്കണ്ട് അവർക്ക് സമയാസമയങ്ങളിൽ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുവാൻ ഉത്തരവാദിത്വ ബോധമുള്ള മാതാപിതാക്കളും രക്ഷകർത്താക്കളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ ഉണ്ടായിരിക്കണം. അവിടെയെല്ലാം സംശുദ്ധമായ ഒരു ജീവിതം വ്യക്തിയും കുടുംബവും സമൂഹവും നന്നായി വരുന്നതിന് പര്യാപ്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ ഒരു മോശമായ പ്രവർത്തനം. ഇന്ന് ലോകത്തെമ്പാടും നടമാടുന്ന വെറും സാധാരണ കേസ് പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം അധ്യാപനങ്ങളൊക്കെ തമസ്കരിക്കപ്പെട്ടു. അതിന് വെളിച്ചം പുറത്തേക്ക് വരാത്ത നിലയിലാക്കിയിരിക്കുന്നു. ഇതൊന്നും സ്വീകരിക്കുവാനോ കേൾക്കുവാൻ പോലും മനസ്സിലാക്കാൻ പോലും അവർക്ക് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ അവർക്ക് വളരെ വലിയ ജീവിത ദുരന്തത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കുക. ജീവിതം അങ്ങനെ പോവുകയാണ്. ഏതായാലും സത്യവിശ്വാസികൾ നിതാന്ത ജാഗ്രതയുള്ളവരായിരിക്കട്ടെ. ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.